ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. വിദ്യാർത്ഥി സംഘടനകളും കോക്രോച്ച് ജനതാ പാർട്ടിയും ഈ ആവശ്യമുന്നയിച്ച് സമരരംഗത്തുണ്ട്. വെള്ളിയാഴ്ച ലക്നൌവിൽ നടക്കുന്ന പ്രതിഷേധത്തിന് പിന്നാലെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്താനാണ് CJPയുടെ തീരുമാനം. 1 കോടി വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ വലുതാണോ വിശ്വഗുരുവിന് ഒരു മന്ത്രി എന്ന് ചോദിച്ച കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകനായ അഭിജിത് ദീപ്കെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട് ദേശവ്യാപകമായി പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് വ്യക്തമാക്കിയ അഭിജിത്ത് സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അറിയിച്ചു. വെള്ളിയാഴ്ച ലക്നൌവിലും ശനിയാഴ്ച അമൃത്സറിലും ഞായറാഴ്ച ഹൈദരാബാദ്, ബംഗളൂരു എന്നീ നഗരങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടത്തും. 15-ന് ജയ്പൂരിലെ യോഗത്തിന് ശേഷം 20-ന് ഡൽഹിയിൽ അനിശ്ചിതകാല സമരത്തിനാണ് കോക്രോച്ച് ജനതാ പാർട്ടി പദ്ധതിയിടുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് വ്യാഴാഴ്ച പൂനെ സാവിത്രിബായി ഫുലെ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ സംഗമം നടത്തിയിരുന്നു. പരിപാടിയിൽ 4000-ഓളം വിദ്യാർത്ഥികളാണ് അണിചേർന്നത്. വിദ്യാർത്ഥികൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനായുള്ള ഒട്ടേറെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്ന മാനിഫെസ്റ്റോ പുറത്തിറക്കുന്ന വേളയിലാണ് സമാധാനപരമായ പ്രക്ഷോഭത്തിന് പൂനെയിൽ തുടക്കം കുറിച്ചതെന്ന് സംഘടനയുടെ സ്ഥാപക നേതാവായ അഭിജിത് ദീപ്കെ പറഞ്ഞു. NSUIയും ഇടത് വിദ്യാർത്ഥി സംഘടനകളായ SFIയും ISAയും AISFും സമരങ്ങൾ തുടരുകയാണ്. പ്രതിപക്ഷ പാർട്ടികളും ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ പ്രക്ഷോഭങ്ങൾ മോദി സർക്കാരിനെയും BJPയെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുമുണ്ട്.